അപ്പോൾ രാവിലെ അമ്പലത്തിലൊക്കെ ഒന്ന് പോയതാട്ടോ കൂട്ടുകാരെ. അപ്പോൾ ഒരു വഴിക്ക് യാത്ര പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പ് രാവിലെ ആയാലും അമ്പലത്തിലൊന്ന് കയറിയിട്ടോ. അപ്പോൾ പൂക്കോട്ടുംപാടം വെല്ലൂർ ക്ഷേത്രത്തിന് മുമ്പിലുള്ള വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അല്ലേ. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പിച്ചൂസ് കുറുമ്പി. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് കേരളക്കുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെയാണ് കേട്ടോ. അപ്പോൾ ഇത് വലിയ അങ്ങനെ കാണാൻ ഒരുപാടുണ്ടെന്നാണ് വിചാരിച്ചത്. അങ്ങനെ വലിയ സംഭവമൊന്നും ഇല്ല കേട്ടോ. വെറുതെ വന്നു ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണുള്ളത്. ഒരു ഫ്ലവറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഇതാ ഞാൻ വണ്ടി കട നിർത്തിയിട്ട് ഞങ്ങൾ ഇറങ്ങി പോവുകയാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും പറയണ പോലെ തന്നെ നമ്മൾ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നിട്ടുള്ളവർക്കൊന്നും വലിയൊരു കാഴ്ചയൊന്നും ഇവിടെ ഉണ്ടാവില്ല. ഞങ്ങളൊക്കെ നിൽക്കുന്നത് മലയോര ഗ്രാമപ്രദേശങ്ങളിലാണല്ലോ. പുഴയും തോടും മലയൊക്കെ ഉള്ള ഇതുപോലെ ഒരു മരങ്ങളൊക്കെ ഉള്ള ഒരു തനി നാട്ടും പ്രദേശത്താണ് ഞങ്ങളൊക്കെ താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് വലിയ കാഴ്ചകളൊന്നും ഇവിടെ ഇല്ല. അതേപോലെ തന്നെയാണ് ഞങ്ങളെ വീടിൻ്റെയൊക്കെ തൊട്ട് മുകളിൽ ടി കെ കോളനിയാണ്. അപ്പോൾ അവിടേക്ക് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അപ്പോൾ എന്തായാലും ഇവിടെ ഒന്ന് കാണാമല്ലോ വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ ഒന്ന് എടുത്തു കേട്ടോ. അപ്പോൾ ഇത് അവിടുത്തെ ഒരു എന്താ പറയുക, ടിക്കറ്റ് എടുക്കണൊക്കെ ഒരു സ്ഥലമാണ്. പിന്നെ ഇവിടെ ചെന്ന് നമ്മൾ ഇറങ്ങി വരുന്നിടത്ത് തന്നെ കുറച്ച് ഫ്ലവറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് രാവിലെ തന്നെ ആയിരുന്നു കേട്ടോ വന്നത്. നമ്മൾ അമ്പലത്തിലൊക്കെ പോയി അങ്ങനെ വന്ന് വരുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഫ്ലവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ കുളിക്കാൻ വന്നവരും അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. പിന്നെ സെക്യൂരിറ്റീസുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവരവിടെ കുളിക്കുക അലക്കാൻ എന്തൊക്കെയോ ചെയ്യുകയാണ്. പിന്നെ ഒരു ഒരു പാലുണ്ട് ഇങ്ങനെ നടന്ന് പോകാനും ആ വെള്ളത്തേക്ക് താഴത്തേക്കും മുകളിലേക്കൊക്കെ രണ്ട് സൈഡിലേക്കും പിന്നെ സ്റ്റെപ്പുകളുണ്ട് കേട്ടോ ഇറങ്ങാൻ വേണ്ടിയിട്ട്. ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടേക്കുള്ള ഇറങ്ങി പോകാനൊക്കെ ആയിട്ട് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെള്ളം കുറവാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ.
അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ വീട്ടിൽ തിരിച്ചെത്തി. അപ്പോഴാണ് നമ്മളെ പോസ്റ്റ്മാൻ ഗോപേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മളെ പിൻ നമ്പറൊക്കെ തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറേ ദിവസം മുന്നേ എടുത്ത വീഡിയോസ് ആയിരുന്നു കേട്ടോ ഇത്, ഞാൻ എഡിറ്റ് ചെയ്യാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ അടുത്ത ദിവസം നമ്മൾ കിച്ചുമോൾക്ക് നമ്മളെ തേൾപ്പാറ അയ്യപ്പ ക്ഷേത്രത്തിൽ വെച്ചിട്ട് പ്രതിഷ്ഠാ മഹോത്സവം ഉണ്ടായിരുന്നു കേട്ടോ. 2 ദിവസത്തെ പരിപാടിയായിരുന്നു. അപ്പോൾ അതിൽ ആദ്യത്തെ ദിവസം മോൾക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഒരു ക്ലാസിക്കൽ ഡാൻസ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് മേക്കപ്പും ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ആ വീഡിയോയും കൂടെ ഞാനിതിലാണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പിന്നെന്താ പറയുക, ഡാൻസ് ഞാൻ ചേർത്തിട്ടില്ല, കാരണം കോപ്പിറൈറ്റ് വരുന്നുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ ഞാനത് ഷോർട്ടാക്കിയിട്ട് ചെറിയൊരു 1 മിനിറ്റ് വീഡിയോ അങ്ങനെ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കതല്ലാതെ മുഴുവനായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു, കോപ്പിറൈറ്റ് ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ ഏകദേശം കിച്ചുമോൾ മേക്കപ്പും കാര്യങ്ങളൊക്കെ അവൾ തന്നെ ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് വേണമെങ്കിൽ എന്തെങ്കിലും ഹൈബ്രോ വരയ്ക്കാനോ അല്ലെങ്കിൽ ഐലൈനർ ചെയ്യാനൊക്കെ ഞാനൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ബാക്കി ഏകദേശം മേക്കപ്പും കാര്യങ്ങളൊക്കെ അവൾ തന്നെ എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അവരെ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് അവരിങ്ങനെ കാണുകയാണല്ലോ എന്തൊക്കെയാണ് ഉപയോഗിക്കണം എന്നുള്ളതൊക്കെ. അപ്പോൾ അങ്ങനെ അതൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതുപോലെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ മേക്കപ്പ് ചെയ്യണമല്ലോ എന്നുള്ളതുകൊണ്ടൊക്കെ ആവും അവൾ തന്നെ എല്ലാം പഠിച്ചിട്ടുണ്ട്. ഒരു തവണ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. കാരണം അതിനോടൊക്കെ ഭയങ്കര താല്പര്യമാണ് കേട്ടോ. മേക്കപ്പ് ചെയ്യാനും ഒരുങ്ങാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. ചെറിയ കുട്ടിയാകുമ്പോഴേ അങ്ങനെ തന്നെയാണ് കേട്ടോ. പക്ഷേ തത്ത നേരെ തിരിച്ചാണ് കേട്ടോ. ഒക്കെ അങ്ങനെ മേക്കപ്പിനോട് വലിയൊരു താല്പര്യമില്ലാത്ത ആളാണ്. അതായത് അവൾ അപ്പോൾ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ മുഖം എപ്പോഴും ബ്രൈറ്റ്നെസ് ആക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുക അല്ലേ. അപ്പോൾ മുഖത്ത് ഒരുപാട് പൗഡറും കാര്യങ്ങളും അങ്ങനെയാണല്ലോ ഇടുക. പക്ഷെ അവൾ മുഖത്താണ് പൗഡർ ഉപയോഗിക്കില്ല, അവൾ മുഖം ഓയിലാക്കാനാണ് നോക്കുക. അപ്പോൾ എന്തെങ്കിലും വല്ല മോയ്സ്ചറൈസിങ് ക്രീമൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങോട്ട് മുഖത്ത് അപ്ലൈ ചെയ്യുന്നല്ലാതെ വേറെ വലിയ കാര്യമായിട്ട് മേക്കപ്പും ഒന്നും ചെയ്യലില്ല. ഇപ്പം പിന്നെയും ഫ്രണ്ട്സൊക്കെ അങ്ങനെ ലിക്വിഡും നമ്മുടെ ലിപ്സ്റ്റിക്ക് അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ അതൊക്കെ ഇപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മറ്റേ നേരത്തെ ഞാനും കിച്ചുമോൾ ലിപ്സ്റ്റിക്കൊക്കെ ഉപയോഗിക്കുന്ന ആളാട്ടോ, പക്ഷെ അവൾ അതൊന്നും ഉപയോഗിച്ചിരുന്നില്ല. അപ്പോൾ ഇനി കുറച്ചും കൂടി കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ എല്ലാം ഉപയോഗിക്കുന്നുണ്ടാവും. എന്തായാലും കിച്ചുമോൾ കുട്ടിയാകുമ്പോഴേ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാനും അതേക്ക് കുട്ടികളങ്ങനെ ഒരുക്കി കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പ്രത്യേകിച്ച് കണ്ണെഴുതാനും ഹൈബ്രോ ഒക്കെ ചെയ്യാനും ഭയങ്കര, അതെപ്പോഴും ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറയലുണ്ട് കേട്ടോ. അപ്പോൾ പക്ഷെ തത്ത പിന്നെ അതൊന്നും ചെയ്യൂല, വലിയ കുട്ടിയായതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യൂല. എന്നാലും കിച്ചുമോൾ ഇപ്പോൾ ഹൈബ്രോ വരയ്ക്കണമൊക്കെ നിർത്തിയിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ ഈ ഡാൻസിന് വേണ്ടിയിട്ട് അങ്ങനെ വരച്ചതാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് പെൺകുട്ടികൾ ഇങ്ങനെ താഴെയും മുകളിലൊക്കെ കണ്ണെഴുതിയിട്ട് അവർ കണ്ണ് കാണാൻ തന്നെ ഒരു ഭംഗിയായിരിക്കുമല്ലോ, അപ്പോഴേ നല്ല വലിയ കണ്ണായിട്ട് തോന്നുമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതാ അവൾ മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഡാൻസിന് നമ്മൾ അവർ മേക്കപ്പ് ചെയ്ത് തരുന്ന അത്രയും ഫിനിഷിങ് ചിലപ്പോൾ നമ്മൾ ചെയ്താൽ ഉണ്ടാവുമൊന്നുമില്ല, എന്നാലും ഏകദേശമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ, ഒരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവളെ മാല ഇട്ടിട്ടുണ്ട്. ഈ മാല നമ്മൾ ഓൺലൈനിൽ വരുത്തിയതായിരുന്നു കേട്ടോ. അത് 2 വർഷം കഴിഞ്ഞു. ഫസ്റ്റ് നമ്മളൊരു ഓണത്തിനൊരു ഫോട്ടോഷൂട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നൊരു മാലയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ഒരു തവണ വാങ്ങി വെച്ചാൽ പിന്നീട് നമുക്ക് എന്തെങ്കിലും പരിപാടികളോ അതുപോലെ ഫംഗ്ഷനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുകയും ചെയ്യുമല്ലോ. അപ്പോൾ അന്ന് അങ്ങനെ വാങ്ങി വെച്ചതുകൊണ്ട് അത് നമുക്കൊരു ഉപകാരമായി. അപ്പോൾ അവൾ ഒരുങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഒരുങ്ങിയിട്ട് ലാസ്റ്റ് ഫൈനൽ ലുക്കും കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം. വീഡിയോസ് കണ്ടുപോകുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നമ്മളെ അറിയിക്കാനും മറന്നു പോകരുത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനിയും അടുത്ത നല്ല നല്ല വിശേഷങ്ങളുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ, ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ ഈ കിച്ചുമോളും മുടിയും കൂടെ ഒന്ന് കെട്ടാനുണ്ട് കേട്ടോ. പിന്നെ മുടി ശരിക്കും നമ്മൾ ക്ലാസിക്കൽ ഡാൻസ് ചെയ്യുമ്പോൾ മുടി ഒന്നെങ്കിൽ അതായത് ആ വട വെച്ചിട്ട് കെട്ടിയിട്ട് പിന്നെ നമ്മൾ പിന്നീടും അങ്ങനെയൊക്കെയാണ് ചെയ്യൽ, അഴിച്ചിടണില്ല. അപ്പോൾ ഈ ഒരു ഡാൻസിന് നമ്മൾ എന്താ പറയുക മുടി അഴിച്ചിട്ടിട്ട് അങ്ങനെയാണ് ചെയ്യണത്. അപ്പോൾ അതങ്ങനെ കെട്ടി വെക്കണില്ല. അപ്പോൾ ഇനി ഫൈനലി ആ ഒരു അതും കൂടെ ചെയ്യാനുള്ളൂ, മുടിയും കൂടെ ഒന്ന് സെറ്റാക്കാനേ ഉള്ളൂ. ബാക്കിയെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അതും കൂടെ ഒന്ന് ചെയ്തെടുക്കട്ടെ കേട്ടോ.